ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, എന്റെ പേര് ക്രിസ്തുദാസൻ ജോസഫ്. ഞാനൊരു പീഡാനുഭവ സഭയിലെ ഒരു അംഗമാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 28-ാമത്തെ വചനത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണെന്ന്. ഈ വചനത്തിനെ ആസ്പദമാക്കിയാണ് നമ്മൾ വിജയപുരം രൂപതയില് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് ഹിന്ദിയിൽ നമുക്ക് അവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ആരംഭിച്ചത്. എല്ലാവരും KDHP കമ്പനിയുടെ ഈ എസ്റ്റേറ്റ് തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവര് ജോലി അന്വേഷിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നവരാണ്. ഇവർക്കറിയത്തില്ല ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് പള്ളിയിലാണ് പ്രാർത്ഥിക്കുവാനായിട്ട് പോകേണ്ടതും ആത്മീയമായ കാര്യങ്ങളിൽ അവർക്ക് പങ്കെടുക്കേണ്ടതും. ഇപ്പൊ ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും മൂന്നാർ ബസിലിക്കയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാറുണ്ടായിരുന്നു. എങ്കിലും അവർക്ക് ഭാഷ അറിയാത്തതൊരു സങ്കടമായിരുന്നു. അപ്പൊ അവരുടെ ആ ആഗ്രഹം നമ്മുടെ പെരിയ ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ, റെക്ടറായ മൈക്കിളച്ചനെ അറിയിക്കുകയും മൈക്കിളച്ചൻ അത് നമ്മുടെ വിജയപുരം രൂപതാ മെത്രാനായ സെബാസ്റ്റ്യൻ പിതാവിനെ അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. ആ ഒരു നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ മിനിസ്ട്രി, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ടുള്ള മിനിസ്ട്രി നമ്മുടെ ഈ വിജയപുരം രൂപതയിൽ മൂന്നാർ ഫെറോണയിൽ ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇവരെല്ലാവരും തോട്ടത്തിൽ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവർക്ക് ഒരുപാട് ആത്മീയമായ കാര്യങ്ങളിൽ ഇവർക്ക് ഒരുപാട് പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഈ മിനിസ്ട്രി തുടങ്ങുന്നതും. അതുപോലെ തന്നെ എല്ലാ മാസവും അവസാനത്തെ 4-ാമത്തെ ഞായറാഴ്ച നമ്മൾ ഇവർക്ക് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ ഇപ്പോൾ അവര് തന്നെ വായനകൾ വായിക്കുന്നു, വിശ്വാസികളുടെ പ്രാർത്ഥന വായിക്കുന്നു, അതുപോലെ കൊയർ പാട്ടുകൾ പാടുന്നത് പോലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് അവരിൽ തന്നെ ഒരു യൂണിറ്റി വരുവാനായിട്ട് തുടങ്ങി. അവരെല്ലാവരും ഇപ്പൊ മുടങ്ങാതെ എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്ത് വരുന്നുമുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർ പങ്കെടുക്കുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു സന്തോഷം അവർ ഒരുപാട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുവാനായിട്ട് അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് ആവശ്യവും കൂടിയാണ്. അപ്പൊ ഞങ്ങള് 28-ാം തീയതി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം പരിശുദ്ധ കുർബാന ഞങ്ങൾ അർപ്പിച്ചു. ആ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും വേണ്ടി പരിപാടികൾ ഉണ്ടായിരിക്കുകയായിരുന്നു. ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവർക്ക് സ്നേഹവിരുന്ന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്നേഹവിരുന്നിൽ അവർ സന്തോഷത്തോടെ പങ്കെടുത്തു. പിന്നെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് ഞങ്ങളെ പങ്കുചേരുകയും ചെയ്തു. അതിനൊരുപാട് സഹോദരങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അവർ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയത്. പക്ഷെ അവർ പറയുകയുണ്ടായി, ഇതുപോലെ ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച ദിനങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം ഇത്രയും ദൂരം നാടും അവരുടെ കുടുംബമൊക്കെ എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് അവർ തൊഴിൽ തേടി ഈ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ വന്നതും ഈ മൂന്നാർ ഏരിയയിലൊക്കെ വന്നതും. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവരുടെ നന്ദി അറിയിച്ചത്. ഫോണിലൂടെയും മെസ്സേജിലൂടെയും അവർ ഒരുപാട് നന്ദി ഞങ്ങൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഈ മിനിസ്ട്രി ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തു പോവുകയും അതുപോലെ തന്നെ ആത്മീയമായ രീതിയിൽ അവരെ ഒരുപാട് വളർത്തുവാനുമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമുണ്ട്. കാരണം അവർക്കും ഓരോരുത്തർക്കും ആത്മീയമായിട്ട് വളരണം. പക്ഷെ ഈ ഭാഷയുടെ ഒരു ബാരിയർ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ആത്മീയമായ രീതിയിൽ വളരുവാൻ സാധിക്കാതെ പോകുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ എല്ലാ മിനിസ്ട്രിക്ക് വേണ്ടിയും എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അവര് അനാഥരല്ല, ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോട് ഒരുമിച്ച് ഞങ്ങൾ ജീവിക്കുന്നവരാണെന്നുള്ള ഒരു ബോധ്യം നമ്മൾ എല്ലാവരും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ആ ഒരു കുറവുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റുവാനായിട്ടും ഇവരോടുകൂടി ഒത്തൊരുമയോടുകൂടി എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അവരെ നല്ല രീതിയിൽ വളർത്തുവാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.